പരിശുദ്ധ ഖുർആനിന്റെയും തിരു ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ ചില കാര്യങ്ങളെ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ അവരുടെ വാക്കിലും പ്രവൃത്തിയിലും റബ്ബിനോട് എങ്ങനെയാണ് സമീപിച്ചത് എന്ന ഒരു വലിയ പാഠം നമുക്ക് പഠിക്കാനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിൻ്റെ വലിപ്പം, റബ്ബിൻ്റെ വലിപ്പം സമ്മതിക്കുക എന്നത് നാം ഓരോരുത്തരും അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് നമ്മോട്. അള്ളാഹുവിൻ്റെ വലിപ്പം സമ്മതിക്കുക എന്നത് റബ്ബിൻ്റെ അടിമയുടെ ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ വലിപ്പം സമ്മതിക്കുക എന്നത് അള്ളാഹുവിൻ്റെ അടിമയുടെ ബാധ്യതയാണ്. ഒരു ഉദാഹരണം പറയാം. നിസ്കാരം. അള്ളാഹുവിൻ്റെ വലിപ്പത്തെ നമ്മൾ സമ്മതിക്കലാണ് യഥാർത്ഥത്തിൽ നിസ്കാരത്തിലൂടെ. അള്ളാഹു വലിയവനാണെന്ന് സമ്മതിക്കുന്ന ധ്വനിയാണ് വാങ്കിന്റെ അമരധ്വനികൾ. വാങ്കിന്റെ ധ്വനികൾ അല്ലാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവനാണെന്നാ പറയുന്നത്. അതേ അല്ലാഹു അക്ബർ തന്നെയാണ് നിസ്കാരത്തിലേക്ക് കടന്നു വരുമ്പോ ആദ്യം ചൊല്ലുന്ന തക്ബീറത്തുൽ ഇഹ്റാമിന്റെ പദം അല്ലാഹു അക്ബർ. അള്ളാഹു വലിയവനാണെന്നല്ല, അള്ളാഹു ഏറ്റവും വലിയവനാണ്. റബ്ബിന്റെ വലിപ്പം സമ്മതിക്കാണ് ഇവിടെ യഥാർത്ഥത്തിൽ. നിസ്കാരത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും വജ്ഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ച വലിയവനായ അള്ളാഹുവിന്റെ മുന്നിലാ ഞാൻ എൻ്റെ ചെറിയ മുഖം, എൻ്റെ ശരീരത്തെ ഞാൻ സമർപ്പിക്കുന്നത് എന്നാണ് വജ്ഹതു. ഫാത്തിഹയുടെ ഓരോ ആയത്തുകളും അള്ളാഹുവിൻ്റെ വലിപ്പത്തെ നമുക്ക് പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ റുക്കൂഇലേക്ക് പോകുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അലീം, അലീമായ വലിയവനായ അള്ളാഹുവിൻ്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു എന്ന് പറയുന്നത് വലിയവനായ അള്ളാഹു. സുജൂദിലോ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, ഉന്നതനും മഹാനുമായ അള്ളാഹു. അപ്പൊ അള്ളാഹുവിന്റെ വലിപ്പത്തെ അടിമ സമ്മതിക്കുന്ന ഒരു പ്രത്യേക സിലബസിലാണ് നിസ്കാരത്തെ തന്നെ റബ്ബ് സംവിധാനിച്ചിരിക്കുന്നത്. നിസ്കാരത്തിലെ ഓരോ ദിക്റുകൾ. ഇനി നോക്കൂ, അള്ളാഹു വലിയവനാണ് എന്ന് ബോധ്യപ്പെടുന്ന ഏറ്റവും വലിയൊരു ഘട്ടമാണ് റുകൂഅ്, സുജൂദൊക്കെ. വലിയവന്റെ മുന്നിൽ തല താഴ്ത്തുന്നു, വലിയവന്റെ വലിപ്പത്തെ അംഗീകരിക്കലാണ്. എന്നാൽ ഇബ്ലീസ് സ്വന്തം വലിപ്പത്തെ ഭാവിച്ചോടത്താണ് അയാൾ ഇബ്ലീസായത്. ഇബ്ലീസിന് പറ്റിയ അബദ്ധം, അല്ലെങ്കിൽ ഇബ്ലീസിന്റെ ജീവിതത്തിൽ അയാൾ നാശമാവാനുള്ള കാരണം അയാൾ വലിയവനാണെന്ന് അയാൾ സ്വയം അങ്ങ് വിലയിരുത്തി സ്വന്തം അങ്ങ് ഭാവിച്ചു എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്ത് അത് പറയുന്നത്. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇബ്ലീസ് അബാ, അവൻ വിസമ്മതിച്ചു. വസ്തക്ബറ, ഇബ്ലീസ് കിബർ കാണിച്ചു, വലിയവനാണെന്ന് സ്വയം തോന്നി. അങ്ങനെ വന്നോടത്ത് അയാൾ നാശായി. അള്ളാഹുവിന്റെ വലിപ്പം സമ്മതിക്കാണ് അവന്റെ അടിമ ഓരോ ഇബാദത്തിലും. ഇനി കേട്ടോളൂ, അള്ളാഹുവിന്റെ മഹാന്മാരായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഒക്കെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം അവർ റബ്ബിന്റെ വലിപ്പം കാണുകയാണ്. ഒരു ഉദാഹരണം കണ്ടോ. സയ്യിദനാ നൂഹ് നബി അലൈഹിസ്സലാം, മഹാനായ നൂഹ് നബിയുടെ ദുആ ഖുർആൻ പറയുന്നു. നൂഹ് നബി അലൈഹിസ്സലാം മഹാന്റെ ദുആയിൽ അല്ലാഹുവിന്റെ വലിപ്പം സമ്മതിക്കുകയാണ്. നമ്മളും അല്ലാഹുവിന്റെ വലിപ്പം സമ്മതിക്കുന്ന പ്രാർത്ഥനകളായിരിക്കണം റബ്ബിലേക്ക് ഉന്നയിക്കേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال يا نوح إنه ليس من أهلك إنه عمل غير صالح
فلا تسألني ما ليس لك به علم إني أعظك أن تكون من الجاهلين قال رب إني أعوذ بك أن أسألك ما ليس لي به علم وإلا تغفر لي وترحمني أكن من الخاسرين. കണ്ടോ നൂഹ് നബിയുടെ ദുആ. അബദ്ധം പറയാതെ അല്ലാഹുവേ എന്റെ നാവിന് നീ കാവൽ നൽകണേ എന്നാണ്. ആര് പറയുന്നു? എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അറിയുമ്പോഴേക്കും എല്ലാം അറിയാമെന്ന ഭാവമുള്ളവരാ നമ്മളെല്ലാവരും എങ്കിൽ നൂഹ് നബിയുടെ ദുആ കേട്ടോ. റബ്ബി ഇന്നി അഊദു ബിക അൻ അസ്അലക മാ ലൈസ ലീ ബിഹി ഇൽം. എനിക്ക് വിവരമില്ലാതെ എന്തെങ്കിലും പൊട്ടത്തരം നിന്നോട് ചോദിക്കാതെ നീ എന്നെ കാക്കണേ അല്ലാഹ്. അവിടെ ചെറുതാവാണ്. ഒരു മനുഷ്യൻ ചെറുതായി ചുരുണ്ട് കിടക്കുന്ന ഒരു രംഗമാണ് സുജൂദ്. ആരുടെ മുന്നിലാ ചെറുതായത്? അള്ളാഹുവിന്റെ മുന്നിൽ ചുരുണ്ട് കിടക്കാണ്. അതുപോലെ ഒരു സ്ഥലത്ത് അവന് ചുരുണ്ട് അത്ര കഷ്ടപ്പെട്ട് കിടക്കുന്നില്ല. നൂഹ് നബിയുടെ വാക്കെന്താ? അള്ളാഹുവേ എനിക്ക് വിവരമില്ലാതെ ഞാൻ വല്ലതും നിന്നോട് ചോദിക്കുന്നതിന് ആ അദബുകേടിനെ നീ എനിക്ക് പൊറുക്കണേ അല്ലാ, അങ്ങനെ വരുത്തല്ലേ അല്ലാ. എനിക്ക് വിവരമില്ലാതെ നിന്നോട് എന്തെങ്കിലും പറഞ്ഞു പോയി, എന്തെങ്കിലും അദബുകേട് എന്റെ ദുആയിൽ വന്ന റബ്ബേ നീ എനിക്ക് പൊറുത്തില്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോകുമല്ല. ആരാണ് ഈ പറയുന്നത്? മഹാനായ ഒരു പ്രവാചകൻ, സാധാരണ നബി പോലും അല്ല, ശരീഅത്തിന്റെ ആദ്യത്തെ നബിയാണ് സയ്യിദന നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മുന്നിൽ കരഞ്ഞു പറഞ്ഞ, അദ്ദേഹത്തിന്റെ ദുആകളിലൊക്കെ ഒലിച്ചിറങ്ങിയ കണ്ണുനീരിന്റെ ഒരു തുള്ളി കൊണ്ടുവന്ന് ഒരു തുലാസിന്റെ തട്ടിൽ വെച്ചിട്ട് തുലാസിന്റെ മറ്റേ തട്ടിൽ സർവ്വ മുഅ്മിനീങ്ങളുടെയും ഈമാനിൽ ഉതിർന്നു വന്ന കണ്ണുനീരിനെ കൊണ്ടുവന്ന് വെച്ചാൽ നൂഹ് നബിയുടെ കണ്ണുനീരിനാണ് ഭാരം കൂടുതലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മഹാനായ നൂഹ് നബിയുടെ വാക്കുകൾ എങ്ങനെയാണ്? മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എങ്ങനെ ദുആ ചെയ്യണമെന്ന് അല്ലാഹ് പറഞ്ഞത്? ഖുർ റബ്ബി സിദ്നി ഇൽമാ. ഒരു വിവരമില്ലാത്തവനെ പോലെ ദുആരക്കാം, പടച്ചോനെ എനിക്ക് നീ വിവരം കൂട്ടിത്തരണേ, ഇൽമു കൂട്ടിത്തരണേ എന്ന്. അപ്പൊ അല്ലാഹുവിന്റെ വലിപ്പം മഹാന്മാരുടെ വാക്കിലും പ്രവൃത്തിയിലൊക്കെ ഉണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോകങ്ങളെയും സംരക്ഷിക്കുന്ന പരിപാലിക്കുന്ന അള്ളാഹുവിന് സർവസ്തുതിയും. സർവലോകം, നമ്മൾ കണ്ടിട്ടില്ലാത്ത സർവലോകം. ഒരു പക്ഷേ ഈ ജില്ല വിട്ടു പോകാത്തവരുണ്ടാകാം, ഒരു പക്ഷേ ഈ സംസ്ഥാനം വിട്ട് മറ്റൊരു സംസ്ഥാനത്തേക്ക് യാത്ര പോകാത്തവരുണ്ടാകാം, ഒരു പക്ഷേ ഈ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകാത്തവരുണ്ടാകാം, ഒരു പക്ഷേ പോയ രാജ്യങ്ങളുടെ എണ്ണം വളരെ തുച്ഛവും ചെന്ന് കയറിയ സ്ഥലങ്ങൾ വളരെ പരിമിതവുമായിരിക്കാം. നാം കണ്ടിടത്തല്ല ഈ ലോകമുള്ളത്. എത്ര ഇനി കാണേണ്ടിയിരിക്കുന്നു. പരന്ന് പടർന്ന് പ്രവിശാലമായി കിടക്കുന്ന സമുദ്രവും അതിന്റെ ആഴങ്ങളിൽ ഓടിക്കളിക്കുന്ന മത്സ്യങ്ങളും നാം അറിയാത്ത ജീവജാലങ്ങളും ആകാശത്തിന്റെ പരപ്പിലൂടെ പറന്നുല്ലസിക്കുന്ന പറവകളും പക്ഷികളും. അള്ളാഹുവിന്റെ സൃഷ്ടിചരാചരങ്ങൾ എത്രേ, റബ്ബിന്റെ മലക്കുകൾ എത്രേ, അള്ളാഹുവിന്റെ സൃഷ്ടികൾ, അവന്റെ സൃഷ്ടിചരാചരങ്ങൾ എത്രേ. എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹ്, എല്ലാരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും. ഫാത്തിഹ തുടങ്ങിയത് അള്ളാന്റെ വലിപ്പം പറഞ്ഞുകൊണ്ടാ. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ, അൽ ആലമീൻ എന്നത് നമുക്ക് ബോധ്യമാവാത്ത ഒരു വലിയൊരു ലോക. ആ അൽ ആലമീന്റെ തമ്പുരാൻ അള്ളാന്റെ വലിപ്പം അവിടെ പറഞ്ഞത്. റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, പ്രതിഫലം കൊടുക്കുന്ന നാളിലെ തമ്പുരാൻ, യജമാനൻ. ആ ദിവസത്തിന്റെ എല്ലാം അല്ലാഹുവാ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അങ്ങനെ അങ്ങ് ഓതി വരുമ്പോൾ
സൂറത്തുൽ ഫാത്തിഹയുടെ വരികൾ അല്ലാഹുവിന്റെ വലിപ്പം അവന്റെ അടിമ സമ്മതിക്കണം എന്ന അദബ് പഠിപ്പിക്കുകയാ. മഹാന്മാരുടെ ജീവിതത്തിലൊക്കെ അവരുടെ ദുആകളിലും അവരുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഈ വിനയം ഉണ്ടായിരുന്നു. സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രമുഖമായ പ്രാർത്ഥന ഖുർആൻ പറയുന്നു. പടച്ചോനെ 101-ാമത്തെ ആയത്ത് സൂറത്ത് യൂസുഫിന്റെ. യൂസുഫ് നബി അലൈഹിസ്സലാം എന്താണ് ഈ ഒരൊറ്റ ആയത്തിൽ പറഞ്ഞു കൂട്ടിയത്? മഹാനവറുകളുടെ അന്നത്തെ ദുആഇനെ ഖുർആൻ ഒരു ആയത്താക്കി. സൂറത്ത് യൂസുഫിന്റെ 101-ാമത്തെ ആയത്ത്, ഒരായത്തിൽ ഒരു മഹാൻ അള്ളാന്റെ വലിപ്പം പറയാണ്. ഒരു ദുആരക്കുമ്പോ പടച്ചോനെ നീ എത്ര വലിയവനാ അല്ലാ, നീ എത്ര കഴിവുള്ളവനാണല്ലാ, ഇതൊക്കെ തന്നത് നീയാണല്ലാ, ഇനി അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ അത് എന്നെ കൊണ്ട് പറ്റൂല അല്ലാ, നിനക്കേ പറ്റൂല്ല. ഈ രീതിയിലുള്ള അവതരണമായിരിക്കണം. അല്ലാതെ കയ്യും കെട്ടി എന്തോ കൊടുത്തേൽപ്പിച്ചത് ആ താക്കോലങ്ങ് എടുത്തേടാ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ആ ഇതങ്ങ് എടുത്തേടാ ഞാൻ തന്നതങ്ങ് തന്നേടാ എന്ന് പറയുന്ന ഒരു ഭാവത്തിലാ ഓരോരുത്തരും ദ്വാരക്കുന്ന അദബ്. ഉത്തരം കിട്ടൂല. അള്ളാന്റെ വലിപ്പം അങ്ങ് സമ്മതിക്കണം. പടച്ചോനെ എല്ലാം അള്ള തന്നു, എനിക്ക് ഒന്നിനും കഴിയില്ല എന്ന ഒരു സമ്മതിക്കൽ നമ്മുടെ ദ്വായിൽ ഉണ്ടാവണം. അല്ലാതെ എത്ര ദ്വാരന്നിട്ട് ഉത്തരവില്ല. കേട്ടോളൂ, യൂസുഫ് നബി ഇത് പഠിപ്പിക്കാൻ നമുക്ക്. മഹാനായ യൂസുഫ് നബിയുടെ വാക്കുകൾ സൂറത്ത് യൂസുഫിന്റെ 101-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅ്വീലിൽ ഹദീസ് فاطر السماوات والأرض أنت وليي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. മഹാന്റെ ദുആ ഇത്രയേ ഉള്ളൂ. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. മുസ്ലിമായി മരിപ്പിച്ച് സ്വാലിഹീങ്ങളുടെ കൂടെ കൂട്ടണേ. ഇത്രേ ദുആയേ ഉള്ളൂ. പക്ഷേ അതിനു മുമ്പ് അള്ളാന്റെ വലിപ്പമാ പറഞ്ഞത്. നമ്മൾ ചിന്തിക്കേണ്ടത് ദുആ ഇത്രയേ ഉള്ളൂ. തവഫനി മുസ്ലിമ, എന്നെ ഒരു മുസ്ലിമായി മരിപ്പിച്ച് സ്വാലിഹീങ്ങളുടെ കൂടെ കൂട്ടണേ എന്നാ ദുആയേ ഉള്ളൂ. ഇത് ദുആരക്കാൻ വേണ്ടിയിട്ട് ആ മഹാൻ അള്ളാന്റെ വലിപ്പം അങ്ങ് പറയാൻ തുടങ്ങി. എന്താ അള്ളാന്റെ വലിപ്പം? വിശാലമായ ഈജിപ്തിന്റെ ഈ ഭരണ സാന്നിധ്യം, അതിൽ തന്നെ സാമ്പത്തികം കൈകാര്യം ചെയ്യാനുള്ള ആഭ്യന്തര വകുപ്പ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അത് ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യ. ആ വലിയ കാര്യത്തെ എനിക്ക് തന്ന അള്ളാ എത്ര വലിയവനാ. കാര്യം വലുതാകുമ്പോഴല്ലേ അതിന്റെ വലിപ്പം. ചെയ്തു തരുന്ന ആളിൽ നമ്മൾ കാണാം. ഉദാഹരണം, പോക്കറ്റിൽ കിടക്കുന്ന ഒരു പേന ഇങ്ങ് തായോ എന്ന് പറഞ്ഞാൽ അത് എടുക്കാൻ വളരെ ചെറിയ കാര്യമാണ്. അത് ചെയ്യുന്നത് ചെറിയ കുട്ടിക്കും കഴിയും. നേരെ മറിച്ച് ഒരു കിണറിന്റെ അടിയിൽ കിടക്കുന്ന വലിയ പാറക്കല്ലൊന്ന് പൊക്കിയെടുത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അത് വലിയ ആൾക്കേ പറ്റൂ. അത് ചെയ്യുന്ന ആൾ വലിയ സാഹസികമായ പലതും ചെയ്യുന്ന ആളായിരിക്കും. അത് വലിപ്പം, പ്രവൃത്തിയുടെ വലിപ്പം അനുസരിച്ച് അല്ലെങ്കിൽ വസ്തുവിന്റെ വലിപ്പം അനുസരിച്ച് അത് ചെയ്യുന്ന ആളുടെ വലിപ്പവും കൂടാ. ഈജിപ്തിന്റെ ധനകാര്യം കൈകാര്യം ചെയ്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാമൂഹികാവസ്ഥയാണ്. 7 വർഷം ദാരിദ്ര്യം, 7 വർഷം സമ്പൽ സമൃദ്ധി. അതിൽ ദാരിദ്ര്യം അല്ല ആദ്യം വന്നത്, സമ്പൽ സമൃദ്ധി ആദ്യം വരികയാണ്. ഈ സമ്പൽ സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ നിന്നും ദാരിദ്ര്യത്തെ അതിജയിക്കാനുള്ള സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യണം സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. ചെറിയ കാര്യമല്ല അത്. 14 വർഷം നിരന്തരമായ ശ്രമം. സമ്പൽ സമൃദ്ധിയുടെ സുലഭതയുടെ കാലഘട്ടത്തിൽ ധാന്യങ്ങളും കർഷകരുടെ അധ്വാനങ്ങളും സാമ്പത്തികം എല്ലാം ശേഖരിക്കാനുള്ള ഗോഡൌണുകൾ, അത് വിതരണം ചെയ്യാനുള്ള റേഷൻ രീതികൾ ഒരുപാടുള്ള കാലഘട്ടമായിരിക്കും ആദ്യത്തെ 7 കൊല്ലം. പിന്നീട് വരാൻ പോകുന്ന 7 കൊല്ലം ദാരിദ്ര്യമായിരിക്കും. ദാരിദ്ര്യത്തെ അതിജയിക്കാൻ ഈജിപ്തിനും പരിസരത്തിനും കഴിയും വിധം ആദ്യം അള്ളാഹു അനർഘമായി നൽകിയ സമ്പൽ സമൃദ്ധിയെ കൈകാര്യം ചെയ്യാനുള്ള മിടുക്ക്, അല്ലാ അതിൽ എനിക്ക് പരിപൂർണ അധികാരം തന്നത് നീയാ അല്ലാ. അത് വലിയ കാര്യമാണ്. അത് തന്നവൻ വലിയവനാ. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി. ഇത്രയും വലിയ അധികാരത്തിന്റെ ഈ വലിയ ശ്രേണിയിൽ
അധിപനാവാൻ എന്നെ നിയോഗിച്ച അല്ലാ, നീ എത്ര വലിയവൻ. വലിയ വലിയ രഹസ്യങ്ങൾ ചുരുളഴിയുന്ന സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഈ രാജ്യത്ത് എനിക്ക് പറയാനും അതനുസരിച്ച് ജനങ്ങളെ നയിക്കാനും എന്ന സ്വപ്ന വ്യാഖ്യാനം എന്ന മഹത്തായ അറിവ് അതെനിക്ക് പഠിപ്പിച്ച് തന്ന അല്ലാഹ്. തവഫനി മുസ്ലിമൻ, എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ എന്ന് പറയാനുള്ളിടത്തൊന്നും പറയേണ്ട കാര്യമില്ല, അതാണ് ദ്വാരനാദി. പക്ഷെ സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുന്ന ആർക്കും അറിയാത്ത ആ വലിയ അറിവ് എനിക്ക് തന്ന ആള് വലിയവനാ. അതൊക്കെ എനിക്ക് തന്ന അല്ലാ, നീ ആരാന്ന് എനിക്കറിയാം തമ്പുരാനെ, നീ ആരാണെന്ന് എനിക്കറിയാം. ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശത്തെയും ഭൂമിയെയും വളരെ മനോഹരമായി പടച്ചവനാ നീ. എന്ത് രസാ ഭൂമി കാണാൻ. ഭൂമിയിൽ മനുഷ്യൻ കാണുന്ന ഇടവും കാണാത്ത ഇടവും ഒരുപോലെ പടച്ചവനാ അല്ലാഹ്. നമുക്കൊരു സ്വഭാവമുണ്ട്, നമ്മളൊരു കെട്ടിടം പണിയാണെങ്കിൽ അതിൽ ആളുകൾ കാണുന്ന ഭാഗം കൂടുതൽ ഭംഗിയാക്കും. ഒരു വസ്ത്രം ധരിക്കുകയാണെങ്കിൽ തന്നെ ആളുകൾ കാണുന്ന ഭാഗത്തിന് ഭംഗി കൂടുതൽ, കാണാത്ത ഭാഗത്തിന് അത്ര ഭംഗി ഉണ്ടാവൂല. ഉദാഹരണം, ഒരാൾ ഇന്നർ ഡ്രസ് ഒരു ബനിയൻ ഇട്ടിരിക്കുന്ന ഒരു അല്പം മുഷിഞ്ഞാൽ അകത്തിടും, പക്ഷെ പുറത്തിട്ടിരിക്കുന്ന വസ്ത്രം ഭംഗിയുള്ളതായിരിക്കും. അപ്പൊ ആളുകൾ കാണുന്നതും കാണാത്തതുമായ എല്ലാത്തിനെയും ഒരുപോലെ പടച്ച അല്ലാഹ്. ജനങ്ങൾ കാണുന്ന ഇടത്ത് മാത്രമല്ല സമുദ്രത്തിൽ തിരമാലയുള്ളത്, കാണാത്ത ഇടത്തും തിരമാലയുണ്ട്. എല്ലാം ഒരുപോലെ പടച്ച അല്ലാഹ്. ആളുകൾ വന്നു പോകുന്നിടത്തും ആളുകൾ ഇടപഴകുന്നിടത്തും മാത്രമല്ല സൃഷ്ടിപ്പിന്റെ വിചിത്രത ഉള്ളത്, അല്ലാത്തോടത്തും ഉണ്ട്. അല്ലാത്തോടത്താ കൂടുതൽ. അല്ലാഹുവേ, ആ രീതിയിൽ ആകാശത്തെയും ഒന്ന് കണ്ടു തീർക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഈ ഭൂമിയെ തന്നെ. എന്തിനേറെ ഒരു സമുദ്രത്തിന്റെ മുന്നിൽ നിന്നാൽ, തിരമാല അലറി വിളിക്കുന്ന സമുദ്രത്തിന്റെ മുന്നിൽ നിന്നാൽ നമ്മുടെ കണ്ണൊന്നു നേരെ അറ്റത്തേക്ക് കാഴ്ചയെ നീട്ടിവിട്ടാൽ സമുദ്രത്തിന്റെ അറ്റം കാണാൻ നമുക്ക് പറ്റുന്നില്ല. നേരെ നോക്കുമ്പോൾ അപ്പൊ തന്നെ നമ്മുടെ കൺമുന്നിലുള്ള കടലിന്റെ വലതുഭാഗവും ഇടതുഭാഗവും കാണാൻ പറ്റണമെങ്കിൽ നമ്മൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണം. ഒരു നോട്ടത്തിൽ തന്നെ ഒരിടത്ത് നിന്ന്, ഒരു അരികിൽ നിന്ന് ഒരു അല്പം പോലും കാണാൻ പറ്റാത്ത സമുദ്ര അള്ളാഹു ഭൂമിയിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ എത്ര സമുദ്രം, എത്രയോ സമുദ്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ വിശാലമായ ഭൂമി, ഭൂമിയുടെ എത്രയോ ഇരട്ടിയുള്ള ആകാശം, ഇതിനൊക്കെ പടച്ചവൻ വലിയവനല്ലേ. അള്ളാന്റെ വലിപ്പായി പറയുന്നത് ആര് പറയുന്നത്? യൂസുഫ് നബി. വിശാലമായ ഭൂമിയെയും വിശാലമായ ആകാശത്തെയും, ഏഴാകാശത്തെ പടച്ചു, അതിലുള്ള നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും ക്ഷീരപദങ്ങളെയും ഉപഗ്രഹങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും എല്ലാ ഗോളങ്ങളെയും പടച്ച അല്ലാഹ്. നീ വലിയവനാ, നീ വലിയവനാ അല്ലാഹ്. ഫാത്തിറസ് സമാവാതി വൽ അർദ്, ഇത്രയും വലുതൊക്കെ പടച്ച വലിയവനായ അല്ലാഹ്. അന്ത വലിയീ, ഈ പാവപ്പെട്ട ചെറിയവനെ സംരക്ഷിക്കുന്നവനും വലിയവനായ നീയാണ് അല്ലാഹ്. നിന്റെ വലിപ്പത്തിൽ വെച്ച് നോക്കുമ്പോ അല്ലാഹുവേ, തവഫനി മുസ്ലിമാ, എന്നെ ഒന്ന് മുസ്ലിമാക്കി മരിപ്പിക്കാൻ നിനക്ക് കഴിയോ? അത് നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. നിനക്കത് നിഷ്പ്രയാസം കഴിയുമല്ലോ അല്ലാഹ്. അള്ളാന്റെ വലിപ്പം പറഞ്ഞിട്ട് ദ്വാരന്നു സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. നമുക്കും ഇതുപോലെ കഴിയണം. എന്തേലും ദ്വാരക്കല്ല, പടച്ചോന്റെ വലിപ്പം പറഞ്ഞിട്ട് ദ്വാരക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ വലിപ്പം സമ്മതിച്ച് പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടുന്ന ഒരു അത്ഭുത കഥ പറയാണ് സൂറത്ത് മറിയം. സൂറത്ത് മറിയം അത്ഭുത കഥകളാ. സമയമുണ്ട് ഒരു ദിവസം നമുക്ക് സൂറത്ത് മറിയം അർത്ഥം പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തൽക്കാലം ഞാനിപ്പോ ഇതിന്റെ ചില ഭാഗങ്ങൾ മാത്രം പറയാം. സൂറത്ത് മറിയമിന്റെ ആദ്യത്തെ 15 ആയത്ത് മഹാനായ സക്കരിയ നബിയുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളാ. എന്താണ് ഈ സക്കരിയ നബിയുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ എന്ന് പറയാൻ കാരണം? ദുആഇന്റെ മാസ്മരികമായ ഫലങ്ങളാണ് സൂറത്ത് മറിയം സക്കരിയ നബിയുടെ ഈ ചരിത്രം പറയുന്നതിലൂടെ കാണുന്നത്. ദുആ ചെയ്യുമ്പോൾ കാണുന്ന അത്ഭുതങ്ങൾ. ഇങ്ങനെയൊക്കെ അത്ഭുതം ഉണ്ടാവോ? അത്ഭുതമുണ്ട്.
ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതിലിൽ മുട്ടണം മടിക്കണ്ട. തുറക്കും ക്ഷണം അത് സോദര വിധിയുള്ളതാ, ഖുർആനിലായി നമ്മോടതും പ്രഖ്യാപിച്ചതാ. എന്തുണ്ടെങ്കിലും അല്ലാഹുവോട് ചോദിക്കാം. ദുആഇന്റെ അത്ഭുതം നടന്ന ചരിത്രങ്ങളെ എണ്ണിപ്പറയുകയാ സൂറത്ത് മറിയം. അതില് സക്കരിയ നബിയുടെ ചരിത്രമുണ്ട്, യഹ്യാ നബിയുടെ ചരിത്രമുണ്ട്, മറിയം റളിയല്ലാഹു അൻഹയുടെ ചരിത്രമുണ്ട്, ഈസാ നബിയുടെ ചരിത്രമുണ്ട്, മറ്റു നബിമാരുടെ ചരിത്രമുണ്ട്. ദുആഇന്റെ അത്ഭുതങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാഫ് ഹാ യാ صاد ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واستعل الرأس شيبا ولم أكن بدعائك رب شقيا. സുദീർഘമായ ആയത്തുകൾ. ഒന്നാമത്തെ ആയത്ത് കാഫ് ഹാ യാ ഐൻ സ്വാദ്. അതെന്താണ് എന്നതിന്റെ അർത്ഥം അല്ലാഹു അഅലമു ബി മുറാദിഹി ബിദാലിക. അതിന്റെ അർത്ഥം അല്ലാഹുവിനെ അറിയൂ. അങ്ങനെ ഖുർആനിൽ അലിഫ് ലാം മീം ഉണ്ട്, യാസീൻ ഉണ്ട്, നൂൻ വൽ ഖലം വമാ യസ്തുറൂൻ, അതുപോലെ തന്നെ സ്വാദ്, അലിഫ് ലാം റാ, അങ്ങനെ കുറെ കാണാൻ പറ്റും അല്ലേ. അതിന്റെ അർത്ഥം എന്താന്ന് അള്ളാഹുവിനെ അറിയൂ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ചുരുക്കം ചില സഹാബികൾക്ക് അറിയായിരുന്നു. മഹാന്മാരായ ഇൽമിൽ റാസിഖീങ്ങൾ എന്ന പദവി എത്തിച്ചിട്ടുള്ള മഹാന്മാർക്കും അറിയാൻ പറ്റുമെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഏതായാലും അതിന്റെ അർത്ഥം അള്ളാഹുവിനെ അറിയൂ. അടുത്ത ആയത്ത് നോക്കിക്കോളൂ. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയാ. പരിശുദ്ധമായ സക്കരിയ നബിയുടെ ജീവിതമാണ് സൂറത്ത് മറിയമിന്റെ പരാമർശം എന്ന് പറഞ്ഞു തുടങ്ങുകയാണ് ഖുർആൻ. അല്ലാഹു അവന്റെ അടിമയായ മഹാനായ സക്കരിയ നബിക്ക് ചെയ്ത അനുഗ്രഹത്തെ സംബന്ധിച്ചുള്ള വിവരണമാണ് ഇനി പറയാൻ പോകുന്നത്. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. അല്ലാഹുവിന്റെ അടിമയായ സക്കരിയ നബിക്ക് അല്ലാഹ് ചെയ്ത അനുഗ്രഹങ്ങളുടെ വിവരണമാണ് ഇനി പറയാൻ പോകുന്നത്. എന്താ മഹാനവറുകൾക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹം? ഇത്നാദാ റബ്ബഹു നിദാഅൻ ഖഫിയാ. വളരെ രഹസ്യമായി അല്ലാഹനെ വിളിച്ച് ദുആ ചെയ്ത മഹാനാണ് മഹാനായ സയ്യിദുനാ സക്കരിയ നബി അലൈഹിസ്സലാം. മഹാനവറുകൾ പാതിരാവിൽ ദുആ ചെയ്തിരുന്നു. എന്തേ പാതിരാവിൽ ദുആ ചെയ്തത്? പാതിരാവിലെ ദുആ രഹസ്യമായ ദുആയാണ്. ലിഅന്നഹു അസ്റഉൽ ഇജാബ. പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന ദുആയാണ് പാതിരാവിന്റെ ദുആ. സക്കരിയ നബിയുടെ ദുആ ഇത്നാദാ റബ്ബഹു നിദാഅൻ ഖഫിയാ. എന്താ ദുആ എന്നത്? ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല അർ-റഅസു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയാ. പടച്ചോനെ, എന്റെ അവസ്ഥ ഞാൻ പറയട്ടെ അല്ലാഹ്. അത്ഭുതം നിറഞ്ഞ ദുആ, അല്ലാഹുവിന്റെ വലിപ്പം പറയുന്ന ദുആ. അള്ളാന്റെ വലിപ്പം പറഞ്ഞിട്ട് ആവശ്യം അതിന്റെ കൂടെ പറഞ്ഞാൽ പെട്ടെന്ന് റബ്ബ് ഉത്തരം ചെയ്ത ദുആ നമുക്ക് പാഠമായി. ദുആ ഖുർആൻ മാസ്മരികമായ അത്ഭുതങ്ങൾ സംഭവിച്ച ചരിത്രത്തെ വിളമ്പുന്ന സൂറത്ത് മറിയമിന്റെ ആയത്തുകളിലെ പ്രധാന ദുആ സക്കരിയ നബിയുടെ ദുആ. റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി.
പടച്ചോനെ ജീവിച്ചിരിക്കുന്ന എന്റെ ശരീരത്തിലെ എല്ലുകൾ എന്റെ പ്രായം കൂടുതലായതിന്റെ പേരിൽ, എനിക്ക് പ്രായം കൂടുതലായതിന്റെ പേരിൽ നുരമ്പിക്കൊണ്ടിരിക്കുന്ന ദുർബല എല്ലുകളായ എന്റെ ശരീരത്തിലെ എല്ലുകൾ അല്ലാഹ്. എന്താ പറഞ്ഞ്? പ്രായം കൂടിയ മനുഷ്യന്മാരുടെ അസ്ഥിക്ക് ബലമില്ലല്ലോ. അല്ലാഹുവേ, പ്രായം കൂടിയിട്ട് എത്ര വയസ്സുണ്ടെന്നറിയോ? 120 വയസ്സുണ്ട്. മഹാനവറുകൾക്ക് ഏകദേശം 100 കടന്ന വയസ്സ്. കുട്ടി ജനിക്കുമ്പോ 120 വയസ്സുണ്ട്. പടച്ചോനെ, ഇത്രയും പ്രായമായ എനിക്ക് പ്രായം കൂടിയിട്ട് എന്റെ എല്ലൊക്കെ നുരമ്പിക്കൊണ്ടിരിക്കാം. എന്റെ എല്ലുകളൊക്കെ ദുർബലമായി ഇപ്പോ ഒടിയും എന്ന അവസ്ഥയിലാണ് എന്റെ ശരീരം. അത്രയും പ്രായമുണ്ട് എനിക്ക്. എന്റെ തലയിലൊക്കെ മുടി നരച്ചത് പിന്നെ നരച്ചു എന്ന് പറയുന്ന പോലെ തിളങ്ങാണ് കിടന്ന്, ലൈറ്റ് കത്തുന്ന പോലെ, വെളിച്ചം കത്തിച്ചു വെച്ച പോലെ എന്റെ തലമുടിയുടെ വെളുപ്പ്. അത്രയും ഞാൻ നരച്ചിട്ടുണ്ട് അല്ലാ. പക്ഷെ പടച്ചോനെ, ഇന്ന് വരെ ഞാൻ നിന്നോട് ദുആരന്നിട്ട് ഒരു ദുആയും നീ തട്ടിക്കളഞ്ഞിട്ടില്ലല്ലോ അല്ലാ. വലം അകും ബിദുആഇക, നിന്നോട് ഞാൻ ദുആരന്നു തമ്പുരാനെ പലപ്പോഴും. അതിന്റെ പേരിലൊന്നും റബ്ബി ശഖിയ, ഞാൻ ഒരിക്കലും ആ ദുആക്ക് ഇജാബത്തില്ലാതെ പോയിട്ടില്ലല്ലോ അല്ലാ. ഇത്രയും പ്രായമുണ്ട് എനിക്ക് ദുആക്ക് നീ ഇജാബത്ത് തന്നിട്ടുണ്ട്. നീ തന്ന ദുആഇന്റെ ഇജാബത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അല്ലാ. പക്ഷെ എനിക്കിപ്പോ ഒരു പേടിയുണ്ടല്ലോ. ഞാൻ ദ്വാരക്കാൻ കാരണം ഇതാ, വഇന്നി ഖിഫ്തുൽ മബാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറാ ഫഹബ് ലീ മിൻ ലദുക വലിയാ. അല്ലാഹുവേ, എന്റെ പിന്നാലെ വരുന്ന ബന്ധുമിത്രാദികളെ പറ്റി എനിക്ക് ഭയമാണ് അല്ലാഹ്. എന്റെ ബന്ധുമിത്രാദികൾ, എന്റെ അനന്തരാവകാശികൾ എന്ന പേരിൽ ഒരു പക്ഷേ ഞാനിരിക്കുന്ന ആ പദവിയിലേക്ക് വരാം. എന്റെ ബന്ധുമിത്രാദികളായ ഇസ്രായേലി സമൂഹത്തിലുള്ള എന്റെ സഹോദരന്റെ മക്കള്, അല്ലെങ്കിൽ എന്റെ കുടുംബാംഗങ്ങളായ ബന്ധുമിത്രാദികള്, അവര് വന്നു കഴിഞ്ഞാൽ അവര് ഈ മതത്തിന്റെ നിയമങ്ങളൊക്കെ തോന്നിയ മാതിരിയാക്കും. അങ്ങനെ ഇസ്രായേലിൽ പലർക്കും ആ അനുഭവം ഉണ്ട്. ഞാൻ അതിന് സാക്ഷിയാണല്ലോ. അതുകൊണ്ട് എന്റെ പിൻഗാമികളായി വരുന്ന ഈ കുടുംബക്കാരെ ഒന്നും എനിക്ക് വിശ്വാസമല്ല. എനിക്കാണെങ്കിൽ എല്ലു നുരുമ്പുന്ന പ്രായം. എന്റെ പിൻഗാമികളായി ഇനി വരാൻ പോകുന്ന, എനിക്ക് മക്കളില്ലല്ലോ, എന്റെ പിൻഗാമികളായി വരാൻ പോകുന്ന ഈ കുടുംബാംഗങ്ങളൊക്കെ നിന്റെ ദീൻ നശിപ്പിക്കും പടച്ചോനെ. വംറഅതി ആഖിറ, എന്റെ പെണ്ണാണെങ്കിൽ, എന്റെ ഭാര്യയാണെങ്കിൽ ഒരിക്കലും പ്രസവിക്കില്ല എന്ന അവസ്ഥയിലുള്ള മച്ചി എന്ന പെണ്ണാണ്. മച്ചി എന്ന് പറയാറില്ല, പ്രസവിക്കാത്ത പെണ്ണിന് പറയുന്ന ഒരു പേരാണ് മച്ചി. അങ്ങനത്തെ പെണ്ണാണ്. അവർക്ക് ഗർഭാശയത്തിൽ സന്താന ഉൽപാദനത്തിനുള്ള ഒരു ശേഷിയുമില്ലാത്ത പെണ്ണാണ്. അങ്ങനത്തെ ഒരു പെണ്ണുമാണ് എൻ്റെ ഭാര്യ. എനിക്കാണെങ്കിൽ വയസ്സ് 120 അടുത്ത്, അല്ലെങ്കിൽ 120 വയസ്സ്, എല്ലൊക്കെ നുരമ്പിക്കൊണ്ടിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന ശരീരം ഞാൻ. അതുകൊണ്ട് പടച്ചോനെ, എനിക്ക് പിൻഗാമിയായിട്ട് വരാൻ പോകുന്നവരൊക്കെ തോന്നിവാസം ചെയ്യും പിന്നീട്. നീ വലിയവനല്ലേ അല്ലാ, എനിക്ക് നീ തരണേ. എന്നെ സംരക്ഷിക്കുന്ന, ഈ സമൂഹത്തിന് ഖിദ്മത്ത് ചെയ്യുന്ന ഒരു മഹാനായ മകനെ നീ എനിക്ക് നൽകണയല്ല. ഏത് പ്രായത്തിൽ? 120 വയസ്സ് പ്രായം. ഭാര്യക്ക് ഏകദേശം 90-നപ്പുറത്തേക്ക് കടന്നു പോയ പ്രായം. ഭാര്യയുടെ വയസ്സ് ഏകദേശം 98 വയസ്സ്. സക്കരിയ നബിയുടെ പ്രായം 120 വയസ്സ്. ഭാര്യക്ക് 98 വയസ്സ്. 98 വയസ്സുള്ള പെണ്ണാണെങ്കിൽ പോലും പ്രസവിക്കാൻ ഒരു സാധ്യതയില്ലാത്ത മച്ചിയുമാണവൾ. ഞാൻ പ്രായാധിക്യം കൊണ്ട് എല്ലു നിരമ്പിയവനാണ്. ഞങ്ങൾക്കൊരു കുട്ടീനെ വേണം അല്ലാ. നല്ല ചോദ്യം. നീയാണെങ്കിൽ ഞാൻ ഇന്നവരെ ചോദിച്ചൊന്നും തരാതിരുന്നിട്ടുമില്ല അല്ലാ. ഇത് നമ്മളാണ് ചോദിക്കുക. ഇതിന്റെ പര്യാവസാനം എന്താണെന്ന് ഖുർആൻ ഒരു ചരിത്രമായി നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട്. ഈ ദുആ അല്ലാഹ് സ്വീകരിച്ചു. യഥാർത്ഥത്തിൽ ഇത് ഖുർആൻ പറഞ്ഞതല്ല, വേറെ എവിടെയെങ്കിലും കേട്ട കഥയാണെങ്കിൽ നമ്മൾ തന്നെ ആലോചിക്കൂലേ, ഇത് ഖുർആൻ പറഞ്ഞതുകൊണ്ട് നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ചോദിച്ചതിൽ ഒരു വിഷമം കേട്ടവർക്ക് തന്നെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ചോദിക്കണോ? ഇത്രയും പ്രായത്തില് വയസ്സായ ആള് എന്ന് പറയാനൊന്നും പറ്റൂല. അതിലൊക്കെ അപ്പുറത്തേക്ക് കടന്നു പോയ പ്രായം, പ്രസവിക്കാത്ത മച്ചിയായ പെണ്ണ് പ്രസവിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പടച്ചവനോട് ദ്വാരം എന്നിട്ട് പറയാൻ, ഇന്ന് വരെ ഞാൻ ചോദിച്ചതൊന്നും നീ തട്ടിയിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടുണ്ട്.
അതുകൊണ്ട് എനിക്ക് ഇതിന് ഉത്തരം വേണമെന്ന് ഇങ്ങനെ പറയുന്നത് അതത്ര ശരിയല്ലല്ലോ എന്നൊക്കെ തോന്നിപ്പോകും. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. പക്ഷെ ഖുർആൻ അത് ശരിയാണ്, അതാണെങ്കിൽ പോലും ചോദിക്കാന്ന് പഠിപ്പിക്കാം. ഇത്ര അസംഭവ്യമായ കാര്യവും അത്ഭുതകരമായ ദുആയിലൂടെ നടന്നു എന്ന് പറയാ ഖുർആൻ. നിങ്ങളും ചോദിച്ചോ ആവശ്യമുള്ളതൊക്കെ? ഇത്രയും പ്രയാസകരമായ ഒരു സാധ്യതയുമില്ലാത്ത കാര്യം നടന്നു എന്ന് ഖുർആൻ പറയാ. അല്ലാഹുവേ ഫഹബലി മിൻ ലദുൻക വലിയ, മോനെ വേണം അല്ലാ. യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ്. ഇസ്രായേലി സമൂഹത്തിൽ ദീനിന്റെ ഖിദ്മത്ത് നടത്തുന്ന, പരിശുദ്ധ ദീന ദഅവത്ത് നടത്തുന്ന ഒരു പൊന്നുമോനെ നീ എനിക്ക് തരണേ അല്ലാ. വജഅൽഹു റബ്ബി റളിയാ. നിനക്ക് പൊരുത്തമുള്ള ഒരു കുട്ടിയായിരിക്കണം അല്ലാ. അങ്ങനത്തെ മോനെ എനിക്ക് നീ തരേണ്ടത്, അല്ലാതെ ഏതെങ്കിലും കോലത്തിലുള്ളതല്ല വേണ്ടത്. കേട്ടോളൂ, ഇത് ഏത് പ്രായത്തിലാ ദ്വാരക്കണത്? ഏകദേശം 120 വയസ്സ് സക്കരിയ നബിക്ക്. എല്ലൊക്കെ നുരമ്പിപ്പോകുന്ന, തലമുടി നരച്ചിട്ട് വെളുത്ത് തിളങ്ങുന്ന തലയുള്ള, ദുർബലനായ ബലഹീനനായ വയസ്സായ 120 വയസ്സായ ആള് ചോദിക്കാൻ എനിക്ക് ഇനി കുഞ്ഞു വേണം. 98 വയസ്സുള്ള പ്രായമുള്ള ഒരു ഭാര്യ, അവളാവട്ടെ നല്ല പ്രായത്തിൽ പ്രസവിക്കാൻ കഴിയാത്ത മച്ചിയുമാണ്. 120 വയസ്സായപ്പോ മഹാൻ ദ്വാരക്ക അപ്പോഴും ദ്വാരന്നുകൊണ്ടിരിക്കുക, ഈ സമയത്ത് ഞങ്ങൾക്ക് കുഞ്ഞു വേണം. ഈ ദുആ അള്ളാഹ് എങ്ങനെ പരിഗണിച്ചെന്നറിയോ? അള്ളാഹുവിനത് കഴിയുമെന്ന് റബ്ബിന്റെ വലിപ്പം അങ്ങ് സമ്മതിച്ച മനസ്സുള്ള ആളായി ദുആരുന്നത്. അള്ളാഹു പറഞ്ഞു, ഇതിന്റെ ഉത്തരമുണ്ട്. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയാ. സക്കരിയ നബിയെ, ഇന്നാ നുബശ്ശിറുക ബിഗുലാം, ഒരു കുട്ടി ജനിക്കാനുണ്ട്, ആൺകുട്ടിയാണ്. ഇസ്മുഹു യഹ്യാ, കുട്ടി ജനിച്ച യഹ്യാ എന്ന് പേരിടണോട്ടോ. യഹ്യാ എന്ന പേര് ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ, മറ്റൊരാൾക്ക് മുൻകാലങ്ങളിൽ അള്ളാഹു കൊടുക്കാത്തൊരു പേരാ. കുട്ടിയെ മാത്രല്ല, കുട്ടി ആൺകുട്ടിയാണെന്നും ഉണ്ടായാൽ യഹ്യാ എന്നുള്ള പേരും കൂടി അള്ളാഹു കൊടുത്തു എന്നുള്ളതാ. പഠിച്ചവനെ കുട്ടി ഉണ്ടാവണം, കുട്ടിക്ക് പേരും കൂടി നീ തന്നെ എന്നല്ല ചോദിച്ചത്. അപ്പൊ ഈ മഹാന്റെ ചോദ്യം അള്ളാഹുവിന് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. എന്താ ചോദിച്ചത്? ഞാനൊരു ദുർബലൻ, എന്റെ എല്ലൊക്കെ നുരമ്പി, ഞാൻ വല്ലാത്ത പ്രായമുള്ളവൻ, ഒന്നിനും കൊള്ളൂലാത്തവൻ, എന്റെ ഭാര്യ ആവട്ടെ പ്രസവിക്കാൻ കഴിവില്ലാത്തവൻ, ഒരു വയസ്സി, ഒരു ഉമ്മുമ്മ, ഒരു ഉപ്പുപ്പ. പക്ഷെ ഞങ്ങൾക്ക് കുഞ്ഞു വേണം. നീ അല്ലാതെ ആരും തരാനല്ല, നിനക്ക് തരാൻ കഴിയും. ഞങ്ങൾ വെറും പാവങ്ങളും വൃദ്ധരുമാണ്, ഞങ്ങളെ കൊണ്ട് ഒരു കഴിവുമില്ല അല്ലാ, നീ തന്നെ. അള്ളാഹു കൊടുക്കാന്ന് പറഞ്ഞു. ഈ ചോദ്യം, ഈ നബിയുടെ ചോദ്യം അള്ളാഹ്ക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായി. അള്ളാഹു പറഞ്ഞു, കുട്ടിയെ അല്ല തരാ, കുട്ടിയുടെ കൂടെ കുട്ടിക്ക് ഇടാനുള്ള പേരും കൂടി അള്ളാഹു പറഞ്ഞു കൊടുത്തു. ആ പേരാവട്ടെ മുൻഗാമികൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. അള്ളാഹുവിന്റെ മഹാനായ സക്കരിയ നബിക്ക് അള്ളാഹു കുഞ്ഞിനെ കൊടുക്കൂ എന്നുള്ള കാര്യം ഉറപ്പൊക്കെയാ. പക്ഷെ ഈ ഉത്തരം കേട്ടപ്പോ, അള്ളാന്റെ മറുപടി കേട്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി. മഹാനവറുകൾ ചോദിച്ചു, ഖാല റബ്ബി അന്നാ യകൂനു ലീ ഗുലാം വകാനത് ഇംറാതി ആഖിറാ വഖദ് ബലഗതു മിനൽ കിബ്രി മുതിയാ. പടച്ചോനെ, എങ്ങനെയാ അല്ലാഹ് കുഞ്ഞുണ്ടാവാ? നീ കുഞ്ഞുണ്ടാവുമെന്ന് പറഞ്ഞല്ലോ, കുഞ്ഞിനെ വേണമെന്ന് ഞാൻ ചോദിച്ചതാ, കുഞ്ഞിനെ തരാമെന്ന് നീ പറഞ്ഞു. അല്ലാഹ് എങ്ങനെയാ കുഞ്ഞുണ്ടാവാ? ഞാനാവട്ടെ വയസ്സായി, ഒരുപാട് പ്രായമായി. എന്റെ പ്രായം എഴുത്തിയ എന്ന പ്രായമാണ്, അതായത് 120 വയസ്സാണ് എന്റെ പ്രായം. എന്റെ പെണ്ണിന് 98 വയസ്സാണ്. അവളാവട്ടെ നല്ല പ്രായത്തിൽ തന്നെ ബീജോത്തേജനമില്ലാത്ത ഗർഭാശയമുള്ള പെണ്ണാണ്. അവള് മച്ചിയാണ്. എങ്ങനെ ഞങ്ങൾക്ക് കുട്ടി ഉണ്ടാവുമല്ലാ? ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിനു വഖദ് ഖലഖതുക മിൻ ഖബ്ലു വലം തകു ശൈആ. ജീവനില്ലാത്ത ഇന്ദ്രിയത്തുള്ളി പിന്നെ മനുഷ്യനായി മാറിയ അവസ്ഥ അങ്ങും അങ്ങനെയായിരുന്നല്ലോ നബിയെ. ഇന്ദ്രിയം നിർഗളിച്ചോടത്ത് ഒരു ജീവന്റെ തുടിപ്പായി ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ചത് പിന്നീട് മനുഷ്യനായി
സക്കരിയ നബിയെ അങ്ങും ഒരു ജന്മം കൊണ്ടത് ഇങ്ങനത്തെ ഒരു പൂർവമായ അവസ്ഥയെ ഓർത്തുകൊണ്ടാവണം. അങ്ങും ജന്മം കൊണ്ടത് അങ്ങനെയല്ലേ, ഒന്നുമല്ലാത്ത ഒരു രതിമൂർച്ചയുടെ നിർഗളിച്ച തുള്ളിയെ, ഒരു ബീജത്തുള്ളിയെ മനുഷ്യനായി സൃഷ്ടിക്കാൻ കഴിവുള്ള അള്ളാഹുവിന് ഇത് വല്ല പ്രയാസമുള്ള കാര്യമാണോ? സക്കരിയ നബിയേ, അതൊക്കെ എനിക്ക് എളുപ്പ, ഒന്നും അങ്ങ് പേടിക്കേണ്ടതില്ല. അള്ളാഹുവിനോട് ചോദിച്ച ചോദ്യത്തിന് അള്ളാഹു കൃത്യമായ ഉത്തര കൊടുക്കുന്നത്. അന്ന് പഠിച്ചവനെ, എനിക്ക് ഈമാൻ കൊള്ളാൻ വേണ്ടിയിട്ട്, എനിക്ക് ഈമാൻ കൊള്ളാൻ വേണ്ടി എന്റെ മനസ്സിൽ നീ ഉത്തരം തരാന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. എന്റെ മനസ്സിനൊരു ഈമാൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പഠിച്ചവനെ എന്തെങ്കിലും ഒരു അത്ഭുതം നീ കാണിച്ചതാട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് കുട്ടി ഉണ്ടാവുന്നുള്ള കാര്യം എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം ഞാൻ തന്നെ ദ്വാരുന്നത്, നീ തരാന്നും പറഞ്ഞു. ഞാൻ നിന്റെ നബിയാ, നീ തരൂന്ന് പറഞ്ഞാൽ വിശ്വസിക്കൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ എന്നാൽ എന്റെ ഈമാൻ ഒന്ന് റാഹത്താവാൻ വേണ്ടിയിട്ട് പടച്ചോനെ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കുക എന്ന് പറഞ്ഞു. അള്ളാഹു പറഞ്ഞു, അത്ഭുതം മറ്റൊന്നുമില്ല, ജനങ്ങളോട് 3 ദിവസം ഒന്നും മിണ്ടണ്ട, അങ്ങ് മിണ്ടാതെ നടന്നാൽ മതി, അത്ഭുതം വെളിവാവും. മഹാനവറുകൾ ജനങ്ങളുടെ ഇടയിൽ ഒന്നും മിണ്ടാതെ നടന്നു. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ മഹാനവറുകൾ ഇബാദത്തിനും മറ്റുമൊക്കെയായി എല്ലാവരോടും പറഞ്ഞു, എന്നോടൊന്നും സംസാരിക്കേണ്ടതില്ല, നിങ്ങൾ രാത്രിയും പകലും ഒക്കെ ആയിട്ട് തസ്ബീഹൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നോ, ദിക്ർ സ്വലാത്തുകളൊക്കെ ചൊല്ലി നടന്നോ, എന്നോട് സംസാരിക്കാൻ ആരും വരണ്ടെന്ന് മഹാനവറുകൾ അവരെ സൂചിപ്പിച്ചു. മഹാനവറുകൾ അഭിമുഖീകരിക്കുന്ന തന്റെ സമൂഹം മഹാനവറുകളോടൊന്നും ചോദിക്കാനും നിന്നില്ല. അവര് മഹാനെ കാണുമ്പോഴൊക്കെ ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലല് തുടങ്ങി. അതിന് അവസാനം കുട്ടി ജനിച്ചു. ഈ വയസ്സായ ആൾക്ക് 120 വയസ്സ് പ്രായമുള്ള ഈ ഇത്രയും പ്രായമുള്ള വയസ്സൻ വൃദ്ധൻ ഒരു കുട്ടിയുടെ പിതാവായി. 98 വയസ്സുള്ള ഉമ്മ പ്രസവിച്ചു. കുട്ടിയുടെ പേര് യഹ്യ എന്ന് വിളിക്കണമെന്നാ അള്ളാഹ് പറഞ്ഞത്. യഹ്യ എന്ന പേരും വിളിച്ചു. ഇനി കേട്ടോളൂ, യഹ്യ അത്ഭുതമായി. ഞാൻ നേരത്തെ പറഞ്ഞു, സൂറത്ത് മറിയമിന്റെ ഈ ആയത്തുകൾ അത്ഭുതങ്ങളുടെ കലവറയാണ്. ലോകത്ത് സംഭവിച്ച ദുആഇന്റെ ഉത്തരങ്ങൾ, അത്ഭുതകരമായ ഉത്തരങ്ങൾ, അത് സാക്ഷ്യപ്പെടുത്തുന്ന വരികളാണ് സൂറത്ത് മറിയം. യഹ്യ എന്ന് പറയുന്ന പൊന്നുമോൻ ജനിച്ചു. ഈ മോനെ കണ്ടോ പടച്ചോനെ, എനിക്ക് നീ തരേണ്ടത് പടച്ചോനെ, എനിക്ക് നീ തരേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള കുട്ടിയെ അല്ല, നീ എനിക്ക് തരേണ്ടത് വജഅൽഹു റബ്ബി റളിയാ, അല്ലാഹുവേ നീ പൊരുത്തപ്പെട്ട മോനാവണം നീ എനിക്ക് തരേണ്ടത് എന്നാ ദ്വാരുന്നത്. അല്ലാഹ് പൊരുത്തപ്പെട്ട കുട്ടിയെ തന്നെ കൊടുത്തു. ആ കുട്ടി ജനിച്ചു. കുട്ടിയുടെ പ്രത്യേകത കേട്ടോളൂ. കുട്ടി 2ാമത്തെ വയസ്സിൽ തൗറാത്ത് എടുത്തു വെച്ചു വഅ്ള് പറഞ്ഞ കുട്ടിയാ. 2ാമത്തെ വയസ്സിൽ തൗറാത്ത് എടുത്തു വെച്ചുകൊണ്ട് ഇസ്രായേലരോട് വഅ്ള് പറഞ്ഞ കുട്ടിയാ. 2 വയസ്സിലൊക്കെ വഅ്ള് പറയാ കേൾക്കുന്നവർക്ക് വെറും കൗതുകല്ല, ഹൃദയം പൊട്ടിപ്പോകും വിധം തഖ്വയും ഈമാനും ഇഖ്ലാസും പറയുന്ന വിധം മഹാനായ ആ മോൻ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് 2ാമത്തെ വയസ്സിൽ തൗറാത്ത് എടുത്തു വെച്ചു കൊണ്ടുപോയി മഹാനവറുകൾ വഅ്ള് പറഞ്ഞു എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്താം. 2ാമത്തെ വയസ്സിൽ വഅ്ള് തുടങ്ങി. 3ാമത്തെ വയസ്സിൽ മഹാനവറുകൾക്ക് അള്ളാഹ് പൊരുത്തപ്പെട്ട കുട്ടിയാവണമെന്ന് ദ്വാരുന്നതാ. അള്ളാഹ് പൊരുത്തപ്പെട്ട കുട്ടിയാ കൊടുത്തത്. അള്ളാഹ് പൊരുത്തപ്പെട്ട കുട്ടിക്ക് പേര് അള്ളാഹു പറഞ്ഞു കൊടുത്തു. ആ മോനാണ് യഹ്യ നബി അലൈഹിസ്സലാം. ഈസാ നബിയെ പോലും പലപ്പോഴും തിരുത്തിയിട്ടുള്ള, ഈസാ നബിയുടെ കൂടെ വളർന്ന ആ കാലഘട്ടക്കാരനാണ് യഹ്യ നബി അലൈഹിസ്സലാം. ആ മോൻ 2ാമത്തെ വയസ്സിൽ തൗറാത്ത് എടുത്ത് വഅ്ള് പറഞ്ഞു. 3ാമത്തെ വയസ്സിൽ ആ കുട്ടിക്ക് 40 വയസ്സാവുമ്പോ കൊടുക്കേണ്ട നുബുവത്തിന്റെ പക്വത 3ാമത്തെ വയസ്സിലുണ്ട്. അങ്ങനത്തെ അത്ഭുതം ഒരു ദുആഇന്റെ ഉത്തരമായി. പടച്ചോനെ നീ പൊരുത്തപ്പെട്ട കുട്ടിയാവണം എന്റെ കുട്ടി എന്ന് വാപ്പ ദുആരുന്നത് ആ രീതിയിൽ അള്ളാഹു സ്വീകരിച്ചു. പടച്ചോൻ കബൂലാക്കട്ടെ. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ദുആയൊക്കെ റജബ് മാസമൊക്കെ അങ്ങ് കടന്നു വരാനിരിക്കുക. പടച്ചോനോട് അങ്ങോട്ട് കൊടുത്ത് അങ്ങോട്ട് ചോദിക്കണ മാതിരി ചോദിക്കല്ല വേണ്ടത്. അള്ളാഹിന്റെ മുന്നിൽ പടച്ചോന്റെ വലിപ്പം അങ്ങോട്ട് പറയാ. അള്ളാഹുവിന് വലിയ ഇഷ്ടം. എന്നിട്ട് നമ്മുടെ കാര്യം അങ്ങോട്ട് പറയാ. അള്ളാഹു പെട്ടെന്ന് ഉത്തരം ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാ. മാത്രവുമല്ല ആ പൊന്നുമോൻ തൗറാത്ത് എടുത്തു. യഹ്യാ ഖുദിൽ കിതാബ ബിഖുവത്തിൻ വആതൈനാഹുൽ ഹുക്മ സബിയാ.
തൗറാത്ത് കൊണ്ട് വഴുത് പറയും, മോനെ 2 വയസ്സ് പ്രായം അല്ലാഹു നബുവത്തിന്റെ പക്വത 3-ാമത്തെ വയസ്സിൽ നൽകിയെന്ന് ഖുർആൻ. വഹനാനം മിൻ ലദുന്നാ, ആ പൊന്നുമോനുണ്ടല്ലോ ജനങ്ങളോട് അലിവുള്ള മോനാ, ഹൃദയത്തിൽ കരുണ കൂടുതലുള്ള മോനാ. വസകാതൻ, ആ മോൻ പൊന്നുമോൻ വല്ലാത്ത പരിശുദ്ധനാണ്. വകാന തഖിയ, എല്ലാ അർഹതയിലും മുത്തഖിയാണ്. തെറ്റ് എന്ന് പറയുന്ന, ദോഷം എന്ന് പറയുന്ന, പാപം എന്ന് പറയുന്ന ഒന്നും തന്നെ മനസ്സിലൊരിക്കലും ചിന്തിക്കാത്ത മഹാനാം. റസൂലുള്ള പറയുന്നുണ്ട്, ഒരു കണ്ണ് ചിമ്മുന്ന നേരം പോലും ഒരു തെറ്റിനെ കുറിച്ചുള്ള ആലോചന മനസ്സിലൂടെ പോവാത്ത മഹാനാണ് സയ്യിദുനാ യഹ്യാ നബി എന്ന അല്ലാഹു പൊരുത്തപ്പെട്ട മോനാവണമെന്ന് പിതാവ് ദുആറെന്ന് കിട്ടിയ ഈ പൊന്നുമോനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് യഹ്യാ നബിക്ക് ഹിസാബ് ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ ലളിതമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വബർറൻ ബിവാലിദൈഹി, ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ പൊന്നുമോന്റെ പിന്നെയുള്ള ക്വാളിറ്റി, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മോനാണ്. ഒരിക്കലും ഒരു അഹങ്കാരമോ കിബറോ വരാത്ത മോനാണ്. വലം യകുൻ ജബ്ബാറൻ അസിയാ വസ്സലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യാ. ആ മോന്റെ ജനനത്തിൽ അല്ലാഹു ആശീർവാദം അറിയിച്ചു. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, ജീവിതത്തിൽ അള്ളാഹുവിന്റെ വലിപ്പത്തെ ബോധ്യപ്പെടുക, അത് റബ്ബിന്റെ മുന്നിൽ പറയുക, സമ്മതിക്കുക എന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക്, അവന്റെ അടിമകൾക്ക് വാജിബാണ്. എനിക്കും നിങ്ങൾക്കും അത് വാജിബാണ്. പടച്ചോനോട് അവന്റെ വലിപ്പത്തെ ബോധ്യപ്പെട്ട രീതിയിലായിരിക്കണം നമ്മൾ സംവദിക്കേണ്ടത്. അങ്ങനെയാണ് അള്ള പഠിപ്പിച്ച അമലൊക്കെ ഉള്ളത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്നു നിസ്കാരത്തിൽ. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന ഒരു സമ്മതിക്കലാണ് ആ തക്ബീറിലൂടെ നടക്കുന്നത്. എന്നിട്ട് നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് പറയും, കാശുണ്ടീല കാര്യങ്ങൾ എടുക്കുള്ളൂ, എല്ലാത്തിനും വലുത് പൈസക്ക് പൈസ തന്നെ വേണമെന്ന് പറയും. പൈസക്ക് അള്ള വേണം, പൈസക്ക് അള്ള വേണമെന്ന് പറയുന്നുണ്ടോ? പറയൂല. അപ്പൊ നമ്മുടെ നിസ്കാരത്തിലും നമ്മുടെ ഈമാനിലും എന്തുമാത്രം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആ വാക്ക്. എല്ലാത്തിനും കാശിന് കാശ് തന്നെ വേണ്ട മുസ്ലിയാരെ, വയലൊക്കെ പറയാം, പക്ഷേ കാശിന് കാശ് തന്നെ വേണം. പൈസ ഇല്ലാണ്ട് പണത്തിന്റെ മുകളിൽ പരുന്തും പറക്കൂല, കാക്കയും പറക്കൂല, ആരും പറക്കൂല. പൈസക്ക് പൈസ, എല്ലാത്തിനും വലുത് പൈസയാന്ന് പറയും. പക്ഷെ നമ്മുടെ മനസ്സിലൊന്നും മഹാന്മാര് പഠിപ്പിച്ച ഈ വാചകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന യഖീനൊന്നും നമ്മളിലില്ല എന്നുള്ളതാണ് നമ്മൾ മോശക്കാരാണ് എന്ന് ചിന്തിക്കാൻ ഏറ്റവും വലിയ തെളിവ്. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ.